ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന്റെ ആവേശത്തിലാണ് അണികൾ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബേപ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിനെ അവതരിപ്പിക്കുമ്പോൾ അത് UDFന്റെ പോരാട്ട ചൂടിനുള്ള മികച്ച തുടക്കം തന്നെയാണ്. PV അൻവറിന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങൾ താഴെ പറയുന്നവയാണ്. ബേപ്പൂരിൽ അൻവർ എത്തുന്നതോടെ പോരാട്ടം വ്യക്തിപരമായ തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ അൻവർ നേരിട്ട് അംഗത്തിനിറങ്ങുന്നത് മരുമോനിസത്തിനും പിണറായിസത്തിനും എതിരെയുള്ള പോരാട്ടമായാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതേസമയം AK ശശീന്ദ്രനിൽ നിന്ന് CPM ഏറ്റെടുക്കുന്ന എലത്തൂരിലേക്ക് റിയാസ് മാറുമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. NCP ഇത്തവണ ശശീന്ദ്രനെ പിൻവലിക്കുന്നതോടെ അനാഥമാകുന്ന എലത്തൂർ മണ്ഡലത്തിൽ റിയാസിനെ അവതരിപ്പിച്ചാൽ അത് വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണെന്ന് CPM വിശ്വസിക്കുന്നുണ്ട്. അൻവർ ഇറങ്ങുന്നതോടെ വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവന്നിരിക്കുകയാണ് ബേപ്പൂർ പോരാട്ടത്തിന്. പാരമ്പര്യമായി ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ് ബേപ്പൂർ. 2021 റിയാസിന്റെ ഭൂരിപക്ഷം 28,747 വോട്ടുകളാണെന്നത് മറക്കരുതെന്നാണ് UDFനെ ഓർമ്മിപ്പിക്കുന്നത്. അതേസമയം സമീപകാല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് UDFനും അൻവറിനും പ്രതീക്ഷ നൽകുന്നുണ്ട്. കോൺഗ്രസിനും മുസ്ലിം ലീഗിലും വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ അൻവറിന്റെ ആക്രമണാത്മക ശൈലി UDF വോട്ടർമാരെ ആവേശം കൊള്ളിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് അൻവറിന് നൽകുന്ന പരസ്യ പിന്തുണ മണ്ഡലത്തിലെ വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബേപ്പൂർ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലൂടെ അൻവർ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവ ചർച്ചയായി കഴിഞ്ഞു. റിയാസ് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ, അത് ബേപ്പൂർ ഫെസ്റ്റ് ഉൾപ്പെടെ അൻവറിന്റെ രാഷ്ട്രീയ ആയുധങ്ങൾ എങ്ങനെ നേരിടും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അൻവർ മത്സരിക്കുന്നത് വഴി ബേപ്പൂർ ഒരു VIP മണ്ഡലമായി മാറുമെന്ന് മാത്രമല്ല, കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇത് കാരണമാകും. ബേപ്പൂർ ഒരു സുരക്ഷിത മണ്ഡലമായി കരുതിയിരുന്ന LDFന് അൻവറിന്റെ സാന്നിധ്യം വലിയ വെല്ലുവിളിയാകും. ഇതോടെയാണ് റിയാസ് മണ്ഡലം മാറുമെന്ന വാർത്തകൾ വന്നത്. നേരത്തെ മത്സരിക്കാൻ UDF ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും ഇനി മത്സരിക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അതും അനുസരിക്കുമെന്നും അൻവർ പറഞ്ഞുവെങ്കിലും ബേപ്പൂരിൽ അൻവറിനോളം മികച്ച മറ്റൊരു ഓപ്ഷൻ UDFന് ഇല്ല എന്നതാണ് വാസ്തവം. നേരത്തെ ബേപ്പൂരിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ PV അൻവറിനെ പ്രദേശത്ത് എത്തിച്ച് പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഉയർന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കാൻ PV അൻവർ ഇറങ്ങുമെന്ന് ഉറപ്പായിരുന്നു. ആ ഉറപ്പാണ് സണ്ണി ജോസഫ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇതോടെ നിലമ്പൂരിലെ വോട്ടർമാരുടെ മനസ്സിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുഹമ്മദ് റിയാസ് മത്സരിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയ പോരാട്ട ചരിത്രത്തിൽ സ്ഥിരമായി കണ്ട അട്ടിമറികളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി എത്തുമെന്ന് UDF വിശ്വസിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി ജലീലിന് മുന്നിൽ വീണ പോലെ, MK മുനീർ മഞ്ഞളാംകുഴി അലിക്ക് മുന്നിൽ വീണ പോലെ അൻവറിന് മുന്നിൽ റിയാസ് മുട്ടുമടക്കുമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. PV അൻവർ ഒരുക്കി തന്ന അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അതിലെ വിജയമാണ് UDFനെ കേരളത്തിൽ ഈ അവസാന വർഷം കാലുറപ്പിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ UDF ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നുണ്ടാകുമായിരുന്നു. ആ ആത്മവിശ്വാസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച സുപ്രധാന ഘടകമെന്ന് കാണാം. അതുകൊണ്ട് PV അൻവറിനെ മറക്കാൻ കഴിയില്ല എന്ന ചിന്തയിലാണ് VD സതീശൻ നിന്നത്. UDF പ്രവേശനത്തിന് പിന്നാലെ തിരുവമ്പാടിയും വേണ്ട, നിലമ്പൂരും വേണ്ട, ബേപ്പൂരിൽ മത്സരിച്ച് വിജയിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയതാണ് അൻവർ. അതിന് UDFന്റെ പിന്തുണ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് നൽകാൻ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. കാരണം 2021 മത്സരിച്ച KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് 28,000-ലധികം വോട്ടിനാണ് CPMലെ റിയാസിനോട് തോറ്റത്. ഇനിയും PM നിയാസിന് സീറ്റ് കൊടുത്താൽ അത് തന്നെയായിരിക്കും അവിടെ UDFന്റെ അവസ്ഥ. ബേപ്പൂർ മണ്ഡലം എന്നല്ല, കേരളത്തിൽ എവിടെയും ജയസാധ്യത ലെവലേശം പോലും ഇല്ലാത്ത നേതാവാണ് PM നിയാസ് എന്ന ആരോപണം നേരത്തെയും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് UDFിലേക്കുള്ള അൻവറിന്റെ വരവിനെ നേതാക്കൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത്.